വലിയ ലോകകപ്പാണ്, വിശാലമായ ലോകകപ്പാണ്. പക്ഷേ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ പ്രശ്നം റഫറിയും പിഴവുകളാണ്, വാറിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഫ്രാൻസ് മൊറോക്കോ മത്സരത്തിലും ആ റഫറിയും പിഴവിനെ ചൊല്ലിയും വലിയ വിവാദമുണ്ടായിട്ടുണ്ട്. തെറ്റായി പെനാൽറ്റി അനുവദിച്ചെന്നും എംബാപ്പയുടെ ഗോളിന് തൊട്ടു മുന്നേയുള്ള ഹാൻഡ്ബോൾ വിളിച്ചില്ലെന്നുമാണ് മൊറോക്കൻ പരിശീലകന്റെ പരാതി. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് കേൾക്കാം. ലോകകപ്പിലെ റഫറിയിങ്ങിനും വാറിനുമെതിരായ പരാതികൾക്ക് ഫൈനൽ വിസിലില്ല. ഫുട്ബോൾ ലോകത്തെ രണ്ട് തട്ടിലാക്കിയ അർജന്റീന ഈജിപ്ത് മത്സരത്തിന് പിന്നാലെ ഫ്രാൻസ് മൊറോക്കോ പോരിലും അലയടിക്കുന്നു വിവാദം. മത്സരത്തിന്റെ 25-ാം മിനിറ്റിലായിരുന്നു ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയെ ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി അനുവദിച്ചത്. നീണ്ട നേരത്തെ വാർ പരിശോധനയ്ക്ക് ശേഷം റഫറിയുടെ തീരുമാനം ശരിവെച്ചു. എന്നാൽ ചില ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി എംബാപ്പെ ഡൈവ് ചെയ്യുകയായിരുന്നുവെന്നാണ് മൊറോക്കൻ ആരാധകരുടെ ആരോപണം. എന്നാൽ കിക്കെടുത്ത എംബാപ്പയ്ക്ക് പിഴച്ചു. യാസിൻ ബോനോ പെനാൽറ്റി സേവ് ചെയ്തു. പെനാൽറ്റി നൽകിയതിൽ മൊറോക്കോയും പെനാൽറ്റി സ്ഥിരീകരിക്കാൻ ധാരാളം സമയമെടുത്തതിന് ഫ്രാൻസും വാറിനെതിരെ തിരിയുന്നു. ദീർഘസമയം എടുത്തതുകൊണ്ടാണ് എംബാപ്പയ്ക്ക് പെനാൽറ്റി സ്പോട്ടിൽ പിഴച്ചതെന്നാണ് വാദം. പെനാൽറ്റി നഷ്ടത്തിന് 60-ാം മിനിറ്റിലെ തകർപ്പൻ ഗോളോടുകൂടിയായിരുന്നു എംബാപ്പെ പ്രായശ്ചിത്തം ചെയ്തത്. എന്നാൽ ഗോളിലേക്കുള്ള തുടക്കം ഫ്രഞ്ച് മിഡ്ഫീൽഡർ അഡ്രിയാൻ റാബിയോയുടെ ഒരു ഇന്റർസെപ്ഷനിലൂടെയായിരുന്നു. ബ്രാഹിം ഡിയാസിൽ നിന്ന് പന്ത് തട്ടിയെടുക്കുന്നതിനിടെ റാബിയോയുടെ കയ്യിൽ ബോൾ കൊണ്ടെന്നും ഇത് പരിശോധിച്ചില്ലെന്നുമാണ് ആരോപണം. അത് ഹാൻഡ്ബോളായിരുന്നുവെന്നും തങ്ങളുടെ താരങ്ങൾ അപ്പീൽ ചെയ്തു നിന്ന ഗ്യാപ്പിലാണ് എംബാപ്പെ ഗോളടിച്ചതെന്നും മൊറോക്കൻ പരിശീലകൻ മുഹമ്മദ് ഒഹാബി ആരോപിക്കുന്നു. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.